ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്നൊരു അടിപൊളി ഹൽവയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഹൽവ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പം നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത് മത്തങ്ങ കൊണ്ടാണ് കേട്ടോ. വീണ്ടും ഞാൻ മത്തങ്ങയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മത്തങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ 2 വിസിലിന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 1 കിലോ ശർക്കര വേണം. പിന്നെ ഒരു 2.5 കപ്പ് അരിപ്പൊടി വേണം. പിന്നെ 3.5 കപ്പ് തേങ്ങാപ്പാൽ വേണം. അടുത്തതായിട്ട് പിന്നെ വേണ്ടത് കുറച്ച് ഏലക്ക വേണം. ഒരു 5-8 എണ്ണമൊക്കെ മതിയാവും. പിന്നെ വേണ്ടത് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് വേണം. ഇപ്പം ആ നെയ്യ് അത്രയും വേണ്ട കേട്ടോ, അതിനകത്ത് കുറച്ച് മതി. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതിപ്പോൾ ഒരു 2 കിലോ മത്തങ്ങകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ എല്ലാം മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. 1 കിലോ ശർക്കര ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഒരു 700 ഗ്രാമൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് മധുരം കുറവാന്ന് പറഞ്ഞിട്ട് 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അത് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ് കേട്ടോ. കുറേ അധികം സമയം വേണം അത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ. അതുകൊണ്ട് വിറകടുപ്പിൽ വെച്ചു. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് കോരിയെടുത്തതിന് ശേഷം നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ മത്തങ്ങ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല തീയായിരുന്നു കേട്ടോ. അപ്പോൾ അകത്തേട്ട് കയറി പിടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ തീ കുറച്ച് വെച്ചു. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കയ്യിലിട്ടൊക്കെ പൊട്ടിത്തെറിക്കും. നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഈ ശർക്കരയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴാണ് പൊട്ടിത്തെറി കൂടുതൽ. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ എല്ലാവരും ശ്രദ്ധിക്കുക. ശർക്കര ഒഴിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ഈ സമയത്ത് കൂടുതൽ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സൂക്ഷിച്ച് ഇളക്കുക. അതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലിലേക്ക് അരിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കട്ടയൊന്നും കൂടല്ല കേട്ടോ. അപ്പോൾ കട്ട കൂടാതിരിക്കാനായിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിൽ, ഞാനിപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇളക്കി. അപ്പോൾ വിസ്ക് വെച്ച് ഇളക്കുവാണെങ്കിൽ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് വിസ്ക് വെച്ച് ഇളക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് കൊണ്ടുപോയിട്ട് മത്തങ്ങയിലിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിപ്പൊടിയാണ്, അപ്പോൾ ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിക്കും. അപ്പോൾ നമ്മൾ ഇനി കൈ വിടാതെ ഇളക്കണം കേട്ടോ. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. ഇതിപ്പോൾ ഞാൻ ഇട്ടത് ഏലക്ക പൊടിച്ചതാട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഏലക്കായും കൂടെ അതിൻ്റെ തുണ്ടൊക്കെ കളഞ്ഞിട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഏലക്ക പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറേ നേരമായിട്ട് ഇളക്കിയതായിട്ട് ശേഷം ആട്ടോ ഇതിങ്ങനെ ഇപ്പം കുറുകി വന്നതിന് ശേഷം ഇതൊക്കെ ഇടുന്നത്. ഇനി ആ കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്ത് വെച്ചില്ല, അതും കൂടെ ഇടാം. വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. അടിക്ക് ഇങ്ങനെ പിടിക്കുകയെന്ന് തോന്നുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് തന്നെ ഒഴിക്കണ്ട, 2 കൂടി ഒന്ന് ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നെയ്യുടെ ചുവ തന്നെ മുമ്പോട്ട് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ കൈ എടുത്തിട്ട് പോവല്ലോ കേട്ടോ, കാരണം നമ്മൾ അടിക്ക് പിടിക്കും. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റുക. അപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് ഞാൻ നെയ്യൊക്കെ തടവിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും മതി. ഞാനിപ്പോൾ ഇതുള്ളത് കൊണ്ട് അങ്ങ് ചെയ്തത് മാത്രം. ഒരു പ്ലേറ്റിലേക്ക് നെയ്യോ എണ്ണയോ തടവിയിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആദ്യം ആ സ്പൂണിൽ കുറച്ച് നെയ്യ് തടവാൻ മറന്നു പോയിട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തപ്പോൾ ചെയ്തു. അപ്പോൾ കണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്കെല്ലായിടും ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. ഉണ്ടാക്കാനായിട്ട് നല്ല സമയം പിടിക്കും, നല്ല ക്ഷമ വേണം. അപ്പോൾ നമ്മൾ ബാക്കി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ലെവൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ കട്ട് ചെയ്യാവുള്ളൂ. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, ഒന്ന് സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. ഇത് പിറ്റേ ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാട്ടോ. ഞാനിതിപ്പം എനിക്ക് അത്ര ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ തണുത്തപ്പോൾ തന്നെ കട്ട് ചെയ്തു, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയാട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.